സ്ഥാനാർത്ഥിയായതു മുതൽ ആര്യാടൻ ഷൗക്കത്തിന് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പണി കൊടുത്തത് പി.വി. അൻവറാണ്. പി.വി. അൻവർ രൂക്ഷമായ ഭാഷയിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ആര്യാടൻ ഷൗക്കത്തിന് LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതുവരെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും പിണറായി സർക്കാരിനെതിരെ ഒരു വാക്കുപോലും പറയാത്ത ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പിണറായിസത്തിന്റെ ആളാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു പി.വി. അൻവർ. അത് കോൺഗ്രസിനകത്ത് വലിയ തർക്കത്തിനിടയാക്കി. UDF-ലേക്ക് കയറാൻ കാത്തിരിക്കുകയായിരുന്നു പി.വി. അൻവർ. അതിനെ തടഞ്ഞു വി.ഡി. സതീശൻ. എന്നാൽ വി.ഡി. സതീശന്റെ നിലപാട് അത്ര ശരിയല്ല. പി.വി. അൻവറെ കൂടെ കൂട്ടണം എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നു. കെ സുധാകരൻ പരസ്യമായി വി.ഡി. സതീശനെതിരെ രംഗത്ത് വരികയും വി.ഡി. സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കേണ്ടത് എന്ന് പരസ്യമായി പറയുകയും ഒക്കെ ചെയ്തു. അവസാനം കെ.സി. വേണുഗോപാൽ ഇടപെട്ടിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ പി.വി. അൻവർ ഉള്ളത്. പിന്നെ UDF ബസിന്റെ വാതിൽക്കലെങ്കിലും കയറി നിൽക്കാൻ കഴിയുമെന്ന വിശ്വാസം ഇപ്പോൾ പി.വി. അൻവർ ഏറ്റവും ഒടുവിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പണി അവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഇതാ മറ്റൊരു പണി കിട്ടിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന്. ഏകദേശം 43% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. 43% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. വളരെ നിർണായകമായ മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുക എന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ മുസ്ലിം ലീഗ് ആര്യാടന് എന്ന് വെച്ചാൽ ആര്യാടൻ മുഹമ്മദിന് വോട്ട് ചെയ്യാറില്ല. ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ കടുത്ത വിമർശകനാണ്. മുസ്ലിം ലീഗിനെ വിമർശിച്ചിട്ടും ജയിക്കാറുണ്ട് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ മണ്ഡലത്തിൽ എന്നോർക്കണം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആര്യാടൻ മുഹമ്മദ് അല്ല, ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പിന്തുണ വേണം, മുസ്ലിം വോട്ടുകളും വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര്യാടൻ മുഹമ്മദിനെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ, ആര്യാടൻ മുഹമ്മദിന്റെ നിലപാടുകളെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ ചെറിയാൻ ഫിലിപ്പിന്റെ പോസ്റ്റ് വരുന്നത്. ചെറിയാൻ ഫിലിപ്പ് നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു. പിന്നീട് CPM-ലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ആര്യാടൻ ഷൗക്കത്ത് സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതാണ് തലക്കെട്ട്. ആര്യാടൻ ഷൗക്കത്ത് സാമൂഹിക പരിഷ്കർത്താവ് എന്ന തലക്കെട്ടോടുകൂടി ആരംഭിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെ: ആര്യാടൻ ഷൗക്കത്ത് ആധുനിക കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഷൗക്കത്ത് തിരക്കഥ എഴുതി നിർമ്മിച്ച പാഠം 1, ഒരു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്ക് അപ്പുറം എന്നീ സിനിമകൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ ദേശീയോദ്ഗ്രഥന പുരസ്കാരങ്ങൾ ലഭിച്ചത്. അതിനുശേഷം കുറച്ച് ചരിത്രം പറയുകയാണ്. അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ്: സംസ്കാര സാഹിത്യ ചെയർമാൻ എന്ന നിലയിൽ നടത്തിയ കലാജാഥകളിൽ ഷൗക്കത്ത് രചിച്ച് സംവിധാനം ചെയ്ത തെരുവു നാടകങ്ങൾ അരങ്ങേറിയിരുന്നു. അവയെല്ലാം കേരളീയ സമൂഹത്തിലെ ജീർണതകൾക്ക് എതിരായ ആശയ പ്രചരണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്: ഷൗക്കത്ത് തിരക്കഥ എഴുതി നിർമ്മിച്ച പാഠം 1, ഒരു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്ക് അപ്പുറം എന്നീ സിനിമകൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവം സൃഷ്ടിച്ചു എന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നല്ലതാണ്, സംഭവം ശരിയുമാണ്, യാതൊരു തർക്കവുമില്ല അക്കാര്യത്തിൽ. എന്നാൽ ഇന്നത്തെ നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് താൻ എന്ന് പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് നിലമ്പൂർ മണ്ഡലത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ആര്യാടൻ ഷൗക്കത്തിന് എതിരാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇപ്പോൾ ഇതാ പുതിയ വാർത്ത വന്നിട്ടുണ്ട്: SDPI സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന്. വലിയ വോട്ടുകളൊന്നുമില്ല, 4000-ഓളം വോട്ടുകളാണ് SDPIക്ക് മണ്ഡലത്തിലുള്ളത്. ആ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കില്ല, UDF-ന് ലഭിക്കില്ല. നേരത്തെ പാലക്കാട് SDPI പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SDPIയും ജമാഅത്തെ ഇസ്ലാമിയും UDF-ന് വേണ്ടി നടത്തിയ പ്രചാരണം മുസ്ലിം വോട്ടുകളെ UDF-ന് അനുകൂലമാക്കാൻ അത് നിർണായകമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും UDF-നോടൊപ്പം നിൽക്കുമെന്നും
UDF-നെ വിജയിപ്പിക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഒക്കെ കരുതിയതാണ് ആര്യടൻ ഷൗക്കത്തും UDF-ഉം. ഇപ്പോഴത്തെ SDPI മാറി ചിന്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നീടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ മുസ്ലിം സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമകളാണ് ആര്യടൻ ഷൗക്കത്ത് നിർമ്മിച്ചത് എന്ന ഗുരുതരമായ വിമർശനം ഉന്നയിച്ചു. ചെറിയ ഫിലിപ്പ് പറയുന്ന സാമൂഹ്യ പരിഷ്കരണം, ആ പ്രവർത്തനങ്ങൾ പക്ഷേ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിക്കാനാണ് ആര്യടൻ ഷൗക്കത്ത് ശ്രമിച്ചത് എന്ന രൂപത്തിലാണ് വായിച്ചെടുക്കുന്നത്. അത് ആര്യടൻ ഷൗക്കത്തിന് വലിയ തിരിച്ചടിയാകും. അങ്ങനെ ഒരു കാര്യം മണ്ഡലത്തിൽ നിൽക്കുമ്പോഴാണ്, രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോഴാണ് ചെറിയ ഫിലിപ്പിന്റെ പോസ്റ്റ് വരുന്നത്. ആര്യടൻ ഷൗക്കത്ത് മുസ്ലിം സമുദായത്തിലെ ഒരു പരിഷ്കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റും ആര്യടൻ ഷൗക്കത്ത് തിരക്കഥ എഴുതിയ സിനിമയെക്കുറിച്ച് പരാമർശിക്കുകയും ആ സിനിമകൾ മുസ്ലിം സമുദായത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുകയും ചെയ്തത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഒരു സംശയം വേണ്ട, ആര്യടൻ ഷൗക്കത്തിന് ദോഷം ചെയ്യും. അറിയാതെയാണെങ്കിലും ഒരു വലിയ പാരയാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിന് വെച്ചിരിക്കുന്നത്. വലിയ ചർച്ചയായി മാറിയിട്ടില്ല പറഞ്ഞത് ചെറിയ ഫിലിപ്പായതുകൊണ്ട് മെല്ലെ മെല്ലെ മണ്ഡലത്തിൽ ഈ വിഷയം ഒരു ചർച്ചയായി മാറുന്നുമുണ്ട്. ചെറിയ ഫിലിപ്പിന്റെ പോസ്റ്റും ചർച്ചയായി മാറുന്നുമുണ്ട്. കാരണം കോൺഗ്രസ് നേതാവാണ് ചെറിയാൻ ഫിലിപ്പ് എന്നതുകൊണ്ട് തന്നെ.